ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്ഡ് ക്രീമാണ്. നല്ല ഫ്ലഫി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ വിപ്ഡ് ക്രീം ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഞാൻ ഈ ക്രിസ്മസ് സീരീസ് വീഡിയോസിൽ ഉൾപ്പെടുത്തുകയാണ്. കാരണം ഈ ഒരു സീസണിൽ ഒരുപാട് ബേക്കിങ്ങും ഒരുപാട് ഡെസേർട്ടും ഒക്കെ ആൾക്കാർ ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വിപ്ഡ് ക്രീമിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കേക്കും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഇതേ വിപ്ഡ് ക്രീം വെച്ചിട്ട് തന്നെ ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് അതൊരു വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ശരിക്കും വളരെ ഈസിയാണ്. മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നമുക്ക് മധുരം, ഫ്ലേവർ, കളർ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വേറെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഞാനിതൊരു ഇംഗ്ലീഷ് ബേക്കറിൻ്റെ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കിയത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നു. നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് വന്നു. നല്ല ടേസ്റ്റ് വൈസും എല്ലാം നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്നതിലും നന്നായിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഈ കേക്കിന് ഇതേ റെസിപ്പിയിൽ തന്നെ വിപ്ഡ് ക്രീം ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് ഇതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഹെവി ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും സക്സസ് ആവാറില്ല. പിന്നെ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പിന്നെ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതും ഓരോന്നും ഓരോ പോലെ ഇരിക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു എൻ്റയർലി ഡിഫറെൻറ്റ് മെത്തേഡാണ്. അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവും അല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ ഈസിയാണ്. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസും കുറവാണ്, ടേസ്റ്റും ബെറ്ററാണ്. നമുക്ക് ഈ വിപ്ഡ് ക്രീം നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്ലൗഡ് പോലെയുള്ള വിപ്ഡ് ക്രീം എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട 2 ഇൻഗ്രീഡിയൻസ് അൺസോൾട്ടഡ് ബട്ടറും ഫുൾ ഫാറ്റ് മിൽക്കുമാണ്. ഇത് രണ്ടും ഈക്വൽ അളവിലെടുക്കണം. ഞാനിവിടെ 150 ml പാലും 150 ഗ്രാം ബട്ടറുമാണ് എടുക്കുന്നത്. പാല് സോസ്പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടറും ചേർത്ത് സിമ്മിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായാൽ മാത്രം മതി, തിളയ്ക്കൊന്നും വേണ്ട. അത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് അടുപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല, മൈക്രോവേവിൽ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണേലും ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കുക. ഫുള്ളായിട്ട് ആറണ്ട, ഇളം ചൂടാകാം. തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ആറാൻ വേണ്ടിയിട്ട്. ബട്ടർ ഫുള്ള് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ആറാൻ വയ്ക്കാം. ഫുള്ള് ചൂട് പോകണമെന്നില്ല, നേരിയ ചൂടാകാം. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഈ നേരിയ ചൂടോടുകൂടി ഇത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പൾസ് ചെയ്ത് ആദ്യം പ്രഷർ ഓക്കെ ആണെന്ന് നോക്കണം. ഇത് ലിക്വിഡ് മാത്രമല്ലേ, അപ്പോൾ പ്രഷർ വരും. ഭയങ്കര ചൂടോടെ ഒഴിക്കരുത്, എല്ലാം കൂടെ തെറിച്ച് വെളിയിലേക്ക് വരും. ലോക്കുള്ള മിക്സി ആണെന്ന് പറഞ്ഞാലും മേലെ പിടിച്ചുകൊണ്ട് വേണം അടിക്കാനായിട്ട്. ആദ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് പിന്നെ 1-2 മിനിറ്റത്തേക്ക് ഒന്ന് ഇത് അടിച്ചു കൊടുക്കുക. ഒന്ന് അടിച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുക, വീണ്ടും അടിക്കുക. അങ്ങനെ 1 മിനിറ്റ് അല്ല 2 മിനിറ്റ്, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഈ തുറക്കുമ്പോൾ നേരിയ ഒരു ആവി പോലെ വരുന്നത്. ഞാൻ നേരിയ ചൂടോടുകൂടിയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ല നീറ്റായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഇത് 4 to 6 hours വെക്കണം എന്നാണ്. ഞാനിവിടെ 4 hours വെക്കുന്നുള്ളൂ. കാര്യം എനിക്ക് ഒരു കേക്ക് ചെയ്തിട്ട് ഇതാവശ്യമുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും. ഇപ്പം നാളെയാണ് കേക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് ഇത്രയും കാര്യം ചെയ്ത് വെക്കാവുന്നതാണ്. ബാക്കി എന്നിട്ട് നാളെ എടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഓവർനൈറ്റ് വെച്ചില്ലെങ്കിലും മിനിമം 4 hours എങ്കിലും വെക്കണം. ഞാൻ വലിയൊരു ബൗളിൽ ഐസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഐസിൻ്റെ മേളിൽ വെച്ചിട്ടാണ് വിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഞാൻ വിപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി. ആദ്യം ചെറിയ സ്പീഡ് വിപ്പ് ചെയ്ത് തുടങ്ങുക, എന്നിട്ട് പതുക്കെ സ്പീഡ് കൂട്ടുക. എന്നിട്ട് ഒരു സോഫ്റ്റ് പീക്കാകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഫ്ലേവറോ
മധുരമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഓപ്ഷണലാണ്, നമുക്കതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. പിന്നെ ഈ സോൾട്ട് കൊടുക്കുന്ന ഒരു പിഞ്ചാണ്, അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ വെറും പൗഡർ ഷുഗർ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്നായിരിക്കും സ്റ്റിഫ് പീക്ക് ആവുന്നത്, അപ്പോൾ ഉടനെ സ്റ്റോപ്പ് ചെയ്യണം. അതിൽ കൂടുതൽ ബീറ്റ് ചെയ്താൽ ഇത് ജസ്റ്റ് സ്പോയിലായി പോകും. സ്റ്റിഫ് പീക്ക് കാണുന്ന ഉടനെ സ്റ്റോപ്പ് ചെയ്യുക. ഇതാ ഇങ്ങനെ. ഇനിയും നമ്മൾക്ക് ഇത് പൈപ്പ് ചെയ്യണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണ്ടിയ ഷേപ്പിൽ, ഇപ്പം കേക്കിൻ്റെ മേലെയോ കപ്പ് കേക്കിൻ്റെ മേലെയോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗിൽ ആക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇത്തിരി അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് പൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്കിതൊരു കേക്കിൻ്റെ മേലെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാക്കാണ്ടില്ലേ എത്ര നന്നായിട്ടാണ് വന്നേക്കുന്നത്, എത്ര കറക്റ്റ് ടെക്സ്ചറിലും എന്ത് സോഫ്റ്റായിട്ട് എന്ത് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ വിപ്പിംഗ് ക്രീം മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹെവി ക്രീം മേടിക്കാൻ വേണ്ടി അത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈസി ആയിട്ട് ആർക്ക് വേണേലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിപ്ഡ് ക്രീമൊക്കെ ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ ഈസിയാണ്. ഈ ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഇത് ഏതെങ്കിലും കേക്കിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ആ ബട്ടറും പാലും കൂടെ ചൂടാക്കിയിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, അത്രയൊന്നും ആദ്യം ചെയ്തിട്ട് പിന്നെ കേക്കിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് കേക്ക് ബേക്ക് ചെയ്ത് പിന്നെ കേക്ക് ആറാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് എടുത്തിട്ട് വിപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ആദ്യം കുറച്ചൊരളവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആയിട്ട് വന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.